ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. തിരുവനന്തപുരത്ത് മാൻഹോളിൽ വീണ് തൊഴിലാളി മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഷൊർണൂരിൽ സംയുക്ത പരിശോധന നടത്തി. അഴുക്കുചാലുകളും അതുവഴി മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്നതിലെ പ്രശ്നവുമെല്ലാം നഗരസഭാ അധ്യക്ഷൻ റെയിൽവേ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. റെയിൽവേ പല പദ്ധതികളിലും തടസ്സം നിൽക്കുകയാണെന്ന് നഗരസഭാ അധ്യക്ഷൻ ക്ഷുഭിതനായി തന്നെ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ സ്റ്റേഷൻ മാനേജർ മനസ്സിലാക്കി ഈ സാധനം ചെയ്യാൻ പാടില്ലെന്ന് ആരെയും പറഞ്ഞിട്ട് ഇല്ല. ഇതിന്റെ നമുക്ക് നിങ്ങൾ ഇവിടെ വെള്ളം പോകാനുള്ള സംവിധാനം നടക്കണതാ പറയും. ഇങ്ങനെ പോയ കാര്യം എന്നാ പിന്നെ അവിടെ വെള്ളം കില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ വിടണമെന്നുള്ളതല്ല. നിലവിൽ വെള്ളം കെട്ടി നിൽക്കാത്തൊരു സ്ഥലത്ത് നിങ്ങളുടെ പണി കഴിഞ്ഞപ്പോൾ വെള്ളം കെട്ടിക്കണം. അത് ഒഴിവാക്കാൻ എന്താ മാർഗം? അതിനാണ് നിങ്ങളെ എഞ്ചിനീയറിംഗിന്റെ വൈകല്യം. ഇത് ആദ്യമായിട്ടാണല്ലോ വെള്ളം കെട്ടിക്കുന്നത്. ഈ പണി കഴിഞ്ഞപ്പോഴാണ് വെള്ളം കെട്ടിക്കുന്നത്. നിങ്ങളിപ്പോ വന്നിട്ടില്ലല്ലോ. വെള്ളം ഇതിനുമ്പോ ശശിയല്ലേ ഇത് വന്നിട്ട് ഒരു മാസത്തില്ലേ? ഒരു മാസമായിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഞാൻ മാസങ്ങളായിട്ട് പണി കണ്ടുപിടിക്കുക. ഇവിടെ ആദ്യം പണി നടക്കുമ്പോൾ ഞാൻ വന്ന് പറഞ്ഞത് ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഒന്ന് വരുന്ന വെള്ളം പ്രശ്നമെന്ന് അന്ന് പറഞ്ഞു. റെയിൽവേ പാർക്കിങ്ങിനായി നിർമ്മിച്ച സ്ഥലത്തിന് സമീപത്തെ അഴുക്കുചാലിലൂടെ വെള്ളം ഒഴുകുന്നതിലെ പ്രശ്നങ്ങൾ നഗരസഭാ അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. ഇവിടെ PWDയുടെ പാതയ്ക്കടിയിലെ മലിനജലം ഒഴുകി വരുന്ന പൈപ്പ് ചെറിയതായതാണ് പ്രശ്നമെന്നായിരുന്നു റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നിലപാട്. അഴുക്കുചാൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് സംയുക്ത പരിശോധനയിൽ നഗരസഭാ അധ്യക്ഷൻ റെയിൽവേ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. മറുപടി വന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞു. റെയിൽവേക്കകത്ത് മാലിന്യം നിഷേധിക്കും. അത് പിന്നെ ജൈവമാലിന്യം കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ തോട്ടിലിറങ്ങും അവിടെ, എന്നിട്ട് അത് പുഴയിലേക്ക് പോകും. ഇതൊന്നും നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം റെയിൽവേക്ക്. ജൈവമാലിന്യം നമുക്കിങ്ങനെ വരുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ JCB വെച്ച് മാന്തിയിട്ട് നിങ്ങളുടെ കോൺട്രാക്ടർ മാന്തിയിട്ട് ആ കാറിൽ മാന്തിയിട്ട് പിന്നെ രണ്ടാമത് അവിടെ നിർത്തിച്ചു. അതേസമയം പാതയ്ക്കടിയിലെ പൈപ്പ് മാറ്റി വലുതാക്കണമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരും അറിയിച്ചു. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കള്ളുഷാപ്പ് റോഡിലെ അഴുക്കുചാൽ അടഞ്ഞതുൾപ്പെടെ ശുചീകരിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. സ്ഥലപരിശോധന നടത്തി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നഗരസഭയും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളത് റെയിൽവേയും ചെയ്തുകൊണ്ട് ഇവിടെ ഈ മേളം തിയേറ്ററിന് പുറകുവശത്തുള്ള വീടുകളിലേക്കുള്ള വെള്ളം കയറിയത് ഒഴിവാക്കാം. റെയിൽവേയുമായി ബന്ധപ്പെട്ട് മാലിന്യ നീക്കത്തിനാവശ്യമായ സൗകര്യങ്ങൾ നൽകുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരും അറിയിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ SG മുകുന്ദൻ, P ജിഷ, KM ലക്ഷ്മണൻ, റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ CR അളകൻ, സ്റ്റേഷൻ മാനേജർ TP സന്തോഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ സിന്ധു, വർക്ക്സ് ഇൻസ്പെക്ടർ സുർജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.